നമസ്കാരം. ഒക്ടോബർ 7 ഹമാസ് ഭീകരാക്രമണത്തിനിടയിൽ ഗസയിലേക്ക് തടവുകാരായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ട ഇസ്രായേൽ പൗരന്മാർ അനുഭവിച്ച അതിക്രൂരമായ പീഡനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ കറുത്ത ദിനത്തിലെ കഠിനമായ ഓർമ്മകളിൽ നിന്നും ഇനിയും മുക്തരാകാത്ത അതിജീവിച്ചവർ ലണ്ടനിൽ നടന്ന നോവ എക്സിബിഷനിൽ തങ്ങളുടെ ഹൃദയം പിളർക്കുന്ന അനുഭവങ്ങൾ പങ്കുവച്ചു. കൂട്ടിലടച്ച മൃഗങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടേണ്ടി വരിക, കൂട്ടബലാത്സംഗങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും നിർബന്ധിത സാക്ഷികളാകേണ്ടി വരിക, മരണത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരിക തുടങ്ങി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇവർ വെളിപ്പെടുത്തിയത്. ഫ്രഞ്ച് ഇസ്രായേൽ പൗരത്വമുള്ള 24-കാരിയായ മിയ ഷേമാണ് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ കണ്ണീരോടെ വിവരിച്ച ഒരാൾ. നോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടയിൽ ഹമാസ് ഭീകരർ മിയയുടെ കയ്യിലേക്ക് തൊട്ടടുത്തുനിന്ന് വെടിയുതിർക്കുകയായിരുന്നു. 5 ലിറ്ററോളം ചോര വാർന്നുപോയ നിലയിലാണ് അവളെ ഭീകരർ ഗസയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയത്. കൂട്ടിലടച്ച മൃഗത്തെ പോലെയാണ് അവർ മിയയോട് പെരുമാറിയത്. ജനലുകളില്ലാത്ത ഇരുട്ടുമുറിയിൽ ഒരു കാവൽക്കാരന്റെ നിരന്തരമായ നിരീക്ഷണത്തിലായിരുന്നു അവൾ. ഒടുവിൽ 55 ദിവസത്തെ കഠിന തടവിനൊടുവിൽ 2023 നവംബർ 30-നാണ് മിയയ്ക്ക് മോചനം ലഭിച്ചത്. മറ്റൊരു ബന്ദിയായ ഒമേർ വെൻകെർട്ട് എന്ന 25-കാരൻ അനുഭവിച്ച പീഡനങ്ങൾ അതിലും ഭീകരമായിരുന്നു. ഒരു ഇരുമ്പ് വടികൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ശരീരത്തിലും കണ്ണുകളിലും കീടനാശിനി തളിക്കുകയും ചെയ്തതായി അയാൾ വെളിപ്പെടുത്തി. ഭൂഗർഭ തുരങ്കത്തിൽ കഴിഞ്ഞ 505 ദിവസങ്ങൾക്കിടയിൽ ആഹാരം ലഭിക്കാതെ അവൻ്റെ ശരീരഭാരത്തിൻ്റെ 40% കുറഞ്ഞുപോയിരുന്നു. പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരു ഘട്ടത്തിൽ മരണത്തേക്കാൾ വലിയൊരു ആശ്വാസമില്ലെന്ന് കരുതിയ ഒമർ താനിനി ജീവനോടെ മടങ്ങി വരില്ലെന്നുറപ്പിച്ച് തൻ്റെ കുടുംബത്തോട് മനസ്സിൽ യാത്ര പറയുന്ന ഒരു വിടവാങ്ങൽ ചടങ്ങ് പോലും തുരങ്കത്തിനുള്ളിൽ വെച്ച് നടത്തിയിരുന്നു. ഹദാർ ഷാർവിറ്റ് എന്ന ഗണിതശാസ്ത്ര അധ്യാപികയ്ക്ക് നോവ ഫെസ്റ്റിവൽ സൈറ്റിൽ കേൾക്കേണ്ടി വന്നത് ഇസ്രായേൽ യുവതികളെ ഭീകരർ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ ദീനരോദനങ്ങളായിരുന്നു. 100 കണക്കിന് മനുഷ്യ ശരീരങ്ങൾ കരിഞ്ഞുണങ്ങിയതിൻ്റെ ഗന്ധം ഇന്നും തൻ്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് ഹദാർ പറയുന്നു. ഭീകരർ തൊട്ടടുത്തെത്തിയപ്പോൾ തൻ്റെ മരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ ഫോണിലൂടെ പിതാവിനോട് മാപ്പ് ചോദിക്കുകയും താൻ അദ്ദേഹത്തെ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഹദാർ അന്ന് രക്ഷപ്പെട്ടത്. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേലിൻ്റെ തെക്കൻ അതിർത്തി ഭേദിച്ച് ആയിരക്കണക്കിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറിയത്. ഭൂരിഭാഗവും സാധാരണക്കാരായ 1200-ലധികം ആളുകളെ അവർ അന്ന് ക്രൂരമായി കൊലപ്പെടുത്തുകയും 250-ഓളം പേരെ ഗസയിലേക്ക് തടവുകാരായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധകാലത്തെ ഹോളോകോസ്റ്റിന് ശേഷം ജൂതന്മാർക്ക് നേരെ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു ഇത്. ഈ ആക്രമണമാണ് പിന്നീട് വലിയൊരു ഇസ്രായേൽ ഗസ യുദ്ധത്തിലേക്ക് വഴിമാറിയത്. ഗസയിൽ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് മിയ ഷേം കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചു. വെടിയേറ്റ് തൻ്റെ കൈക്ക് ശരിയായ ചികിത്സ നൽകാൻ ഭീകരർ തയ്യാറായില്ലെന്നും ഒരു പ്ലാസ്റ്റിക് കഷ്ണത്തിൽ കൈ കെട്ടിവയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും മിയ പറയുന്നു. കാവൽക്കാരൻ്റെ ഭാര്യ ക്രൂരമായ രീതിയിലാണ് തന്നോട് പെരുമാറിയിരുന്നതെന്നും ദിവസങ്ങളോളം കുടിക്കാൻ വെള്ളം പോലും നൽകാതെ പീഡിപ്പിച്ചതായും മിയ വെളിപ്പെടുത്തി. ഇസ്രായേലിലേക്ക് ഇനി ഒരിക്കലും മടങ്ങാൻ കഴിയില്ലെന്നും ഗസയിലെ ആരെയെങ്കിലും കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്നും ഭീകരർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒടുവിൽ മോചിപ്പിക്കുന്നതിന് തൊട്ടു മുൻപാണ് ശ്വാസമെടുക്കാൻ പോലും വായുവില്ലാത്ത ഒരു തുരങ്കത്തിലെ കൂട്ടിലേക്ക് അവളെ മാറ്റിയത്. ഭീകരർ തങ്ങളെ വളഞ്ഞപ്പോൾ ഒരു നാരകത്തോട്ടിലെ പുൽക്കാട്ടിൽ ഒളിച്ചിരുന്ന അനുഭവമാണ് ഹദാർ ഷാർവിറ്റ് പങ്കുവച്ചത്. ചുറ്റും ആളുകൾ ജീവനായി യാചിക്കുന്നതും കൊല്ലപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ മാത്രമായിരുന്നു. തോട്ടത്തിന് തീപിടിച്ചതോടെ ജീവൻ രക്ഷിക്കാൻ അവർ അടുത്തുള്ള സൈനിക ചെക്ക് പോസ്റ്റിലേക്ക് ഓടുകയായിരുന്നു. രക്ഷപ്പെട്ട് വീട്ടിലെത്തിയെങ്കിലും പരുക്കൻ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ബോംബാണെന്ന് കരുതി ഭയക്കുന്ന തീവ്രമായ ട്രോമയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്.